ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് എൻ്റെ കയ്യിലുള്ളൊരു ഡെൻഡ്രോബിയം വെറൈറ്റിയാണ്. അപ്പോൾ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പ്ലാന്റ് സൂക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടോ? ഈ പ്ലാന്റിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 സ്പൈക്കുകളുണ്ട്, നല്ല കളറായിട്ടുള്ള ഫ്ലവേഴ്സാണ്. പിന്നെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1, 2, 3 ഇലകൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഹെൽത്തി എന്ന് പറയാൻ 2 ഇലകളേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ചെറുതായിട്ട് ഡാമേജ് ആയിട്ടുണ്ട്. അതിനകത്ത് ചെറിയൊരു കരിഞ്ഞ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഓർക്കിഡ് പുതുതായിട്ട് വളർത്തുന്നവർക്ക് ഇത് കാണുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നും, ഒരു ടെൻഷനൊക്കെ തോന്നും. അയ്യോ, ഒരു ഇല കരിഞ്ഞിരിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമാണോ, ചെടിക്ക് എന്തെങ്കിലും അസുഖമാണോ എന്തെങ്കിലുമൊക്കെ തോന്നും. സാധാരണ രീതിയിൽ ഓർക്കിഡ് സ്ഥിരമായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഇലകളൊക്കെ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എന്താണ് കാരണമെന്ന് നമുക്കറിയാം. അപ്പോൾ പുതുതായിട്ട് വളർത്തുന്നവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയുകയാണ് കേട്ടോ. ഇങ്ങനെ ഇലകൾ കണ്ടു കഴിഞ്ഞാൽ ഇതിപ്പം ഇങ്ങനെ ബേണായിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നിടത്ത് വെച്ചിട്ട് സൺബേൺ അടിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. സാധാരണ രീതിയിൽ ഈ ലീഫിൽ തന്നെ ചെറിയൊരു യെല്ലോ പോലെ വന്ന ഒരു ബ്ലാക്ക് സ്പോട്ടൊക്കെ വരും. അതെന്ന് പറയുന്നത് ചെറിയ ഫംഗൽ അറ്റാക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 2 ആണെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു ഇലകൾക്ക് എന്തെങ്കിലും നമ്മുടെ ഓർക്കിഡ്സിന് നമ്മുടെ ഇലകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി നമുക്ക് ഫുള്ള് ഡാമേജായി പോവുകയൊന്നുമില്ല. നമ്മളൊന്ന് ചെറുതായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റ്സ് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ അറിയാം, ഇപ്പോൾ ഇലകൾ 3 ഇലകൾ മാത്രമേ ഉള്ളെങ്കിലും നല്ല 2 സ്പൈക്കുകളുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പൈക്കുകളാണ്. നിങ്ങൾക്ക് ഫ്ലവേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾ വളർത്തുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഓർക്കിഡ്സിൽ പല ഓർക്കിഡ് ചെടികളിലും ഈ ഇലകളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ആ തണ്ടുകളിൽ നിന്ന് ധാരാളമായിട്ട് ഫ്ലവറിൻ്റെ സ്പൈക്കിൾ വന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇലകളൊന്നും കുറവാണെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഉള്ള ഇലകൾ ഇതുപോലെയൊക്കെ നിൽക്കുന്നതെന്ന് വെച്ചിട്ടോ ഒന്നും നമ്മൾ യാതൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏതെങ്കിലും നല്ല നീറ്റായിട്ടുള്ള സിസർ കത്രിക എടുത്തിട്ട് നമ്മളതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളപ്പം ഈ ഉണങ്ങിയത് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് കാര്യമില്ല. അതിൻ്റെ ബാക്കി ഭാഗം നിന്നിട്ട് നമ്മൾ ഈ ഫംഗൽ അറ്റാക്കൊക്കെ ആണെങ്കിൽ പിന്നെ അതങ്ങോട്ട് വ്യാപിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പച്ച ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ലീഫിൻ്റെ ഉണങ്ങിയ ഭാഗത്തുനിന്ന് ഇപ്പുറത്ത് ഈ പച്ചപ്പുള്ള ഭാഗത്തുനിന്ന് ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. ഇങ്ങനെ നീറ്റായിട്ട് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. ഒരല്പം പോലും കണ്ടോ, ഇങ്ങനെ ഈ ഒരു പച്ചപ്പ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിങ്ങനെ മാറ്റിയെടുക്കുക. ഇതിങ്ങനെ മാറ്റിയെടുത്തിട്ട് മാത്രം കാര്യമില്ല. മാറ്റിയെടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗൽ പൗഡർ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഫംഗൽ ഡിസീസ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മുടെ ചെടികളിൽ ഇനി അത് വരാതിരിക്കാൻ, നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്താണ് ഇത് കൂടുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗൽ പൗഡർ നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡാണ് കേട്ടോ. അത് കുറച്ചൊന്ന് എടുത്തിട്ട് ഒരു 2-3 തുള്ളി വെള്ളം ഒഴിച്ച് അതൊന്ന് ഒരു കുഴമ്പ് പോലെ ആക്കിയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പലരും പറയാറുള്ള കാര്യമാണ്, ഈ ഫംഗിസൈഡ് പോലുള്ള സാധനങ്ങളൊന്നും നമ്മൾ നേരിട്ട് നമ്മുടെ ഫിംഗേഴ്സിൽ നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യരുതെന്നുള്ളതാണ്. അപ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ കോട്ടൺ വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് നല്ലപോലെ സീൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതുപോലെ സീൽ ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, നല്ല പോലെ സീൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. പൊടി വാരി പൊത്തണമെന്നല്ല പറയുന്നത്, നമ്മുടെ മുറിവിൻ്റെ ഭാഗത്ത് നല്ല പോലെ ഇതിങ്ങനെ തേച്ച് കൊടുക്കുക. കണ്ടോ, നമ്മളിങ്ങനെ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ ഇപ്പം സൺബേൺ ആണെങ്കിൽ പ്രശ്നമില്ല. അഥവാ ഫംഗൽ അറ്റാക്ക് വല്ലതും ആണെങ്കിൽ വീണ്ടും ചെടികളിൽ ഈ ഭാഗത്തൂടെ പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫംഗൽ പൗഡർ അപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ കെമിക്കലായിട്ടുള്ള ഫംഗൽ പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കറുവപ്പൊട്ട പോലുള്ള ഏതെങ്കിലുമൊക്കെ ആൻറ്റി ഫംഗൽ പൗഡർ നമുക്ക് യൂസ് ചെയ്യാം ഇതിനകത്ത്. അതേപോലെ 2-3 ഡ്രോപ്സ് വെള്ളത്തിനകത്തൊന്ന് ലീപ്പിച്ചിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ അത് നമുക്ക് രോഗത്തെ ചെറുത്ത് നിൽക്കാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല,
ഇങ്ങനെ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത പ്ലാന്റ് പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടികൾക്ക് വെള്ളവും വളമൊക്കെ കൊടുക്കുമ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഒരിക്കലും ടച്ച് ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീല് പെട്ടെന്നൊന്നും പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെടികളിൽ വെള്ളം ഒഴിക്കുമ്പോൾ എൻ്റെ ചുവട്ടിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുന്നതിൻ്റെ അളവും കുറച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലൂടെയൊക്കെയാണ് കൂടുതൽ ഫംഗൽ അറ്റാക്ക് വരുന്നത്. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വെയിലത്ത് കുറച്ച് ദിവസത്തേക്ക് ഒരുപാട് വെയിലത്ത് വെക്കാതിരിക്കുക. നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഭാഗമാണല്ലോ, അപ്പോൾ ലീഫിൽ മാത്രമല്ല നമ്മുടെ സ്റ്റെമ്മിലാണെങ്കിൽ പോലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ ഓർക്കിഡ്സ് എവിടെയെങ്കിലും സ്റ്റമ്പോ ലീഫോ കട്ട് ചെയ്യുന്നെങ്കിൽ ആ ഭാഗത്തെല്ലാം നമ്മൾ ഇതുപോലെ ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ വീണ്ടും വീണ്ടും പടരാതിരിക്കും. അപ്പോൾ ദേ ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഈ പ്ലാന്റിൽ നല്ല സ്റ്റമ്മൊക്കെ ഉണ്ട്, നല്ല സ്പൈക്ക് മുട്ടുകളൊന്നുമില്ല, പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 സ്റ്റമ്മൊക്കെ ഉണ്ട്. ഇത് ലീഫ് പോയി നിൽക്കുന്ന 2-3 സ്റ്റമ്മുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ലീഫ് കാണുമ്പോൾ അറിയാം, എന്തേ കണ്ടോ, ഇതിനകത്തൊരു പുള്ളി ഒരു ചെറിയ ബേൺ പോലെ. അപ്പോൾ പലരും പറയാറുള്ളതാണ് ഇലകളിലെല്ലാം ഇതുപോലെ പുള്ളിയുണ്ട്, ഫംഗലാണോ, ഫംഗൽ അറ്റാക്ക് വല്ലതും ആണോ, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഇത് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നത് ഈ ഒരു ചെറിയ വെള്ള പോലെ വന്നിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൂര്യാഘാതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് വെച്ച് കഴിയുമ്പോൾ ചെടികളുടെ ഇല ബേണായി പോകുന്നതാണ്, കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത് വലിയ ദോഷമൊന്നുമല്ല. നമ്മുടെ ഡെൻഡ്രോബിയത്തിന് യാതൊരു പ്രശ്നവും ഇങ്ങനെ സൺബേൺ അടിക്കുന്നതുകൊണ്ട് വരില്ല കേട്ടോ. ഫെനലോസിസ് പോലുള്ള ചെടികളൊക്കെ ആണെങ്കിൽ സൂര്യാഘാതം ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ പോകും. എന്ന് വെച്ചാൽ ഡയറക്റ്റ് വെയിലത്ത് വെക്കാൻ പറ്റാത്ത പ്ലാന്റ് ആണ് ഫെനലോസിസ് ഒക്കെ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഡെൻഡ്രോബിയത്തിൽ 70% വരെ സൺലൈറ്റ് അടിക്കുന്നത് യാതൊരു പ്രശ്നമില്ലാത്ത പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഇതുപോലൊക്കെ പൊള്ളൽ വന്നു കഴിഞ്ഞാലും പ്ലാന്റിനൊന്നും യാതൊരു കേടും സംഭവിക്കാറില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് ഇതുപോലെ ഞാൻ ഈ കട്ട് ചെയ്ത് മാറ്റിയതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കതങ്ങ് സീൽ ചെയ്ത് കൊടുക്കാം. ഫംഗൽ പൗഡർ വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്തെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കണ്ടു ഒരു 2 സ്റ്റെമ്മും അതിനകത്തൊരു 3 ലീവ്സും ഉണ്ട്, പക്ഷെ നല്ല സ്പൈക്കുകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇത് വേറൊരു പ്ലാന്റിൽ ഈ ഒരു പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ഇതേ കണ്ടോ 3 സ്റ്റെമ്മുണ്ട്, പക്ഷേ അതിനകത്ത് ഫ്ലവറിൻ്റെ സ്പൈക്കുകളൊന്നുമില്ല. പ്ലാന്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അവശതയിലാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും, പക്ഷെ ഒട്ടുമല്ല കേട്ടോ. ഇതുപോലെ നിന്നൊരു പ്ലാന്റിൽ നിന്ന് ഇതുപോലെ തണ്ട് മാത്രം നിന്നത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് പോട്ട് ചെയ്ത് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ പോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കിക്കീസാണ് വന്നത് കണ്ടോ. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന സ്റ്റമ്പുകളിൽ നിന്നാണ് നമുക്ക് ഒരുപാട് തൈകളൊക്കെ കിട്ടാറുള്ളത്. തൈകൾ മാത്രമല്ല ഒരുപാട് സ്പൈക്കുകളും നമുക്ക് ഈ ഒരു തണ്ടുകളിൽ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ ചെടികളിൽ ഇതുപോലത്തെ തണ്ടുകളൊക്കെ നിൽക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതങ്ങ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റരുത്. ഞാൻ പറയാൻ വന്ന കാരണം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഓർക്കിഡുകളിൽ ഇതുപോലെ സ്റ്റെമ്മുകളൊക്കെ മാത്രം നിൽക്കുകയാണെങ്കിൽ ആ പ്ലാന്റ് നമ്മൾ ഒരിക്കലും എഴുതി തള്ളരുത്. നമ്മുടെ ഓർക്കിഡിനകത്ത് ലീഫൊന്നുമില്ല അല്ലെങ്കിൽ സ്പൈക്കുകളൊന്നും ഇല്ലെങ്കിലും ചെടികളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മുണ്ടോ, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള 1-2 റൂട്ട്സ് എങ്കിലും നല്ലതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് സദാ ഓർക്കിഡ്സിന് നമ്മൾ നൽകുന്ന വളങ്ങളും പരിചരണം എല്ലാം തന്നെ നമ്മുടെ ഈ പ്ലാന്റിന് നൽകണം. അപ്പോൾ അങ്ങനെ നൽകുകയാണെങ്കിൽ ഇതുപോലെ തന്നെ തൈകളായാലും അതിൽ നിന്ന് പുതിയ പൂക്കളായാലും ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഒരുപാടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് ഒരിക്കലും പ്ലാന്റ് സെലക്ട് ചെയ്യരുത്. അതിൻ്റെ നല്ല റൂട്ട്സും അതുപോലെ തന്നെ നല്ല സ്റ്റെമ്പുകളൊക്കെ നോക്കി വേണം നമ്മൾ പ്ലാന്റ് എപ്പോഴും നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഒന്ന് തിരിച്ചറിയാനായിട്ട്. പലരും എൻ്റെ നിന്ന് ഓർക്കിഡ്സൊക്കെ വാങ്ങിച്ചിട്ട് അവർ പല സംശയങ്ങളായിട്ട് വീണ്ടും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്ന സംശയങ്ങളാണ് ഞാൻ ഓരോ തവണയും പുതിയ വീഡിയോസായിട്ട് മുന്നിൽ വരാനുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്ന കുഞ്ഞു സംശയങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടി ഒരു നല്ല രീതിയിലൊരു മറുപടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പല വീഡിയോസും ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ ഓർക്കിഡിൻ്റെ വീഡിയോസ് ഒരുപാട് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർക്കിഡ് വളർത്തുന്നവർക്ക് അത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഓർക്കിഡ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.